വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. കല്യാണ ഡേറ്റ് അടുക്കുന്നതനുസരിച്ച് സാധനങ്ങൾ കൂടുന്നതേ ഉള്ളൂ മേടിക്കാനായിട്ട്. അപ്പം നമുക്കിവിടെ ചേച്ചിയുടെ റിസപ്ഷൻ അല്ല, നമ്മളെ വീട്ടിൽ വന്നിട്ടുള്ള റിസപ്ഷന് ചേച്ചിക്ക് ചെരുപ്പ് ഇതുവരെ മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പം നേരെ നമ്മൾ വർക്കല ബാറ്റയിലോട്ടാണ് പോയത്. ബാറ്റ ചെന്നപ്പോഴത്തേക്ക് ഫാൻസീൻ്റെ കളക്ഷൻസ് കുറവായിരുന്നു കേട്ടോ, അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടില്ലായിരുന്നു. ഇനി സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ, ബ്രൈറ്റ് ടു ബീൻ്റെ വീഡിയോ, എല്ലാത്തിൻ്റെയും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇപ്പം കല്യാണ ഡേറ്റ് ഇനിയിപ്പോൾ 2-3 ദിവസവും കൂടി ഉള്ളൂ കല്യാണത്തിനായിട്ട്. ഇതുവരെ സാധനങ്ങളൊന്നും മേടിച്ച് കഴിഞ്ഞിട്ടില്ല. ആവശ്യങ്ങൾ കൂടുന്നതേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ചെരുപ്പ് നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ട് ഒരു ലൈം സോഡയൊക്കെ കുടിച്ചിട്ട് കൊല്ലം മുഖത്തലയുള്ള റിതിയിലാണോ പോയത്. കുറച്ച് റെൻ്റൽ ജ്വല്ലറീസ് ജസ്റ്റ് നോക്കാനായിട്ടൊന്ന് പോയതാണ്. ജസ്റ്റ് പോയിട്ട് കുറേ സാധനങ്ങൾ എടുത്ത് പോരുന്ന ഒരവസ്ഥയാണ് എനിക്കുണ്ടായത്. കാരണം ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യാത്തൊരു കൺഫ്യൂഷനായിരുന്നു. പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒത്തിരി ട്രഡീഷണൽ വെയേഴ്സ് ആയാലും പാർട്ടിക്ക് പറ്റിയ ഓർണമെൻറ്റ്സ് ആയാലും അവിടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കുറേ ട്രയൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ കുറച്ച് റെൻ്റൽ ജ്വല്ലറീസൊക്കെ തപ്പി നടക്കുന്നവരാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആരായാലും എടുത്തു പോകും. കാരണം അത്രയും നല്ല കളക്ഷൻസ്, രണ്ടും പാർട്ടിക്കായാലും ട്രഡീഷണൽ ആയാലും കളക്ഷൻസ് ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ സമ്മറിലാണ് പോയത്. സമ്മറിൽ പോയി ഒരു ബിരിയാണിയും ചിക്കൻ 65 ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായി. ഫുഡ് കഴിക്കുമ്പോൾ ഒരു 3:30-4 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വീണ്ടും സ്റ്റുഡിയോയിലോട്ടാണ് പോയത്. സ്റ്റുഡിയോയിലും ഫുഡ് വെയേഴ്സ് നോക്കാനാണ് പോയത് ചേച്ചിക്ക് കേട്ടാ. അവസാനം ഞാൻ അവിടുന്ന് 2 ഫുഡ് വെയേഴ്സ് എടുത്ത്. സ്റ്റുഡിയോയിൽ ഇപ്പം സെയിൽ നടക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് ഡ്രസ്സും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ചിന്നിയും ചെതറിയും ഒക്കെ എവിടേക്കോ നല്ല ഡ്രസ്സുകളൊക്കെ ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ അണ്ണനാണ് സ്റ്റുഡിയോന്ന് മൊത്തം തൂത്തുപറക്കി എടുത്തത്. ഞാനൊന്നും അങ്ങനെ എടുത്തില്ലായിരുന്നു. എനിക്ക് അധികം പ്രത്യേകിച്ച് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടൊരു ഇഷ്ടവും തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ നേരെ വീണ്ടും ചെരുപ്പ് നോക്കാനായിട്ട് മെട്രോയിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തിന് സ്റ്റുഡിയോന്ന് ചെരുപ്പ് എടുത്തു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ആ ബ്ലാക്കൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനനുസരിച്ച് നല്ല വിലയും ഉണ്ടായിരുന്നു. 3000-4000 അതിൽ കൂടുതലും ഉണ്ടോയെന്ന് നോക്കിയില്ല കേട്ടോ. വാലറ്റിനൊക്കെ നല്ല പൈസയുണ്ട്. അതുകൊണ്ട് ചേച്ചിക്ക് പക്ഷെ അവിടെ നിന്നും കിട്ടിയില്ല. നിങ്ങൾ വിചാരിക്കും എന്ത് ഇത്ര കിട്ടാത്തതെന്ന്. കാരണം ചേച്ചിയുടെ കാല് കുറച്ച് വലുതാണ് കേട്ടോ. അപ്പം നമുക്ക് ആ വലിയ കാലിന് നല്ലൊരു ഫാൻസി ചെരുപ്പ് കിട്ടണ്ടേ, റിസപ്ഷൻ ഇടാൻ പറ്റുന്നൊരു ചെരുപ്പ് കിട്ടണ്ടേ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എല്ലാ കടകളിലും കയറി ഇറങ്ങുന്നത്. കൊല്ലത്ത് ബൂട്ട്സ് ആൻഡ് ബൂട്ട്സിന്ന് ലാസ്റ്റ് ചേച്ചിക്ക് ചെരുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ചെരുപ്പ് നമ്മളവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അഥവാ എവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ബൂട്ട്സ് ആൻഡ് ബൂട്ട്സിന്ന് നമ്മളൊരു ചെരുപ്പ് എടുത്തായിരുന്നു. അണ്ണൻ്റെ കാലാണ് കേട്ടോ അതിനകത്ത് നമ്മൾ കറക്റ്റ് ആണോ നോക്കിയത്. ഏകദേശമൊക്കെ ഒരേ അളവാണ് അണ്ണനും ചേച്ചിക്കും ഒക്കെ ആയിട്ട്. അപ്പം ആ ഒരു സൈസ് ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഫാൻസി കിട്ടാൻ കുറച്ച് ടഫായത്. ലാസ്റ്റ് നമുക്ക് നമ്മളെ ബൂട്ട്സ് ആൻഡ് ബൂട്ട്സിന്ന് തന്നെ കിട്ടി. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മൾ RP മോളിലോട്ടാണ് പോയത് കേട്ടോ. എൻ്റെ കൂടെ രാവിലെ പാത്തു കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ലേറ്റ് ആവുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ അവർക്ക് ബോറടിയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ രണ്ടുപേരും തന്നെ RP മോളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് എല്ലാ കടകളിലും കയറി എല്ലാ സാധനങ്ങളും ഒക്കെ ട്രയൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു അത്തറുണ്ടായിരുന്നു കേട്ടോ. അത്തറ് കടയല്ല, പുറത്തൊരു ആൾ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് അത്തറൊക്കെ മേടിച്ച് പിന്നെ ട്രെൻഡ്സിൽ കയറാറുണ്ടായിരുന്നു. ട്രെൻഡ്സിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ മെക്ഡി കയറി ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ RPന്ന് ഇറങ്ങിയിട്ട് വെസ്റ്റ് സൈഡിൽ കയറി. ചിപ്പിയണ്ണന് ഒരു ഷർട്ട് എടുക്കണമായിരുന്നു, ഒരു കാഷ്വൽ ഫോർമൽ വെയർ ഷർട്ട് എടുക്കണമായിരുന്നു. വെസ്റ്റ് സൈഡിൽ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ജെൻസിന് അവിടെയും സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജെൻസിന് കുറേ നല്ല നല്ല ഷർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുറേ പേര് പറഞ്ഞായിരുന്നു വെസ്റ്റ് സൈഡിൽ ജെൻസിന് അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ നമ്മൾ അവിടെ കയറിയപ്പോഴത്തേക്ക് ഒത്തിരി അങ്ങനെ അവിടുന്ന് അണ്ണൻ കുറേ ഷർട്ടൊക്കെ എടുത്തായിരുന്നു. ചിപ്പിയണ്ണനെ തലേന്ന് പോകാൻ വേണ്ടിയിട്ട് ഷർട്ട് എടുക്കാനാണ് പോയത്. പിന്നെ ഞാനും പാത്തും അവിടെ നിന്ന് ഒരു ലിപ്സ്റ്റിക്കൊക്കെ ട്രയൽ ചെയ്തിട്ട് നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.